ഹായ് ഹലോ നമസ്കാരം. Again, welcome back to Twist and Taste. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പരിപാടി? അതോ ഞാൻ ഇവിടെ ചുമ്മാ കാണിക്കുകയാണോ? അതൊന്ന് പറയണേ, അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ആൻ എൻകറേജ്മെന്റ്. സോ വി ആർ ബാക്ക് ടു ബേസിക്സ് ഐ തിങ്ക്. അല്ലേ മാഷേ? ഇതിൻ്റെ അകത്ത് എന്തോ വെച്ചിട്ടുണ്ട്. അതെ, തുറന്നു നോക്ക്. പെതിയെ ചിലപ്പോ പൊട്ടും. ഇതൊക്കെ കുറെ കണ്ടത്. ഹലോ, വേണ്ട. പേടിയാവണം ഇപ്പോ. അയ്യോ, ഓ, ഇതാ ഇന്നത്തെ ട്വിസ്റ്റ്. ബ്രോക്കലി. ഐ ലവ് ബ്രോക്കലി. I think everyone likes broccoli. എല്ലാവരും ഇപ്പോൾ ഒരു ഹെൽത്ത് കിക്കിലല്ലേ. സോ ദിസ് ഇസ് സപ്പോസ്ഡ്ലി വെരി വെരി. ഇന്ന് മൊത്തം 3 ട്വിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ട്വിസ്റ്റ് ഇതാണ്, ബ്രോക്കലി. ശരി, രണ്ടാമത്തെ ട്വിസ്റ്റ് 20 മിനിറ്റ്. ഓക്കെ. മൂന്നാമത്തെ ട്വിസ്റ്റ് അവോയ്ഡ് ചൈന. ചൈനീസ് ഡിഷ് പാടില്ല. നമുക്ക് കൺട്രിയേ വേണ്ട. ഞാൻ ഇത് എന്തെങ്കിലും ചെയ്യാം, കഴിച്ചോണം. ഓക്കെ, അത് ഞാൻ ഏറ്റു. ഓക്കെ, പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഫോർ ഓൾ ദീസ് ട്വിസ്റ്റ്. 3 ട്വിസ്റ്റ് കാരണം എനിക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷുവർ. താങ്ക് യു. അപ്പോ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് പ്രിവിലേജ്. അല്ലെങ്കിൽ ഞാൻ തിണ്ടിപ്പോയനെ. ഇൻഗ്രീഡിയൻസ് വന്നു. സോ ബേസിക് ഇൻഗ്രീഡിയൻസ്. ഞാൻ ചൈന വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കൺട്രിയിലും പോകുന്നില്ല. ഞാൻ എൻ്റേതായിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. സോ ഇറ്റ്സ് കോൾഡ് ബ്രോക്കലി സ്റ്റേക്ക് വിത്ത് ഹമ്മസ്. എന്തുവാ? സോ സ്റ്റേക്ക് ഉണ്ടല്ലോ നമ്മുടെ, എല്ലാം മനസ്സിലായി. അതുപോലെ ഞാൻ ബ്രോക്കലിയെ ചെയ്യാൻ പോവാ. എന്തോ അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഹമ്മസ്. ഹമ്മസ് എന്ന് വെച്ചാൽ ഒരു മെഡിറ്ററേനിയൻ. ഒരു മിനിറ്റ്, ടൈമർ തുടങ്ങിയില്ലല്ലോ. ഇല്ല, തുടങ്ങിയില്ല. ഓ ഓക്കെ. മെഡിറ്ററേനിയൻ ചിക്ക് പീസ് ചട്നി കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇപ്പോഴാ എല്ലാം മനസ്സിലായത്. കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കര എളുപ്പമാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ വേണ്ടത്? ബ്രോക്കലി ഓഫ് കോഴ്സ്. പിന്നെ അതിന് ഒരു റബ് കൊടുക്കാൻ, മാരിനേഡ് കൊടുക്കാൻ കുറച്ച് പിസ്താഷ്യൂസ്, എനി നട്ട്സ് വുഡ് ഡു. ഓണിയൻ, എന്തൊക്കെ ഇലകളുണ്ടോ അതൊക്കെ ഇട്ടോളൂ. ഗ്രീൻ ചില്ലി ഫോർ സോയ സോസ്, ഒരു പുളിക്ക്, ഗാർലിക്, എന്ത് വേണമെങ്കിൽ ഇടാം. ബേസിക്കലി അത്രേ ഉള്ളൂ. വീട്ടിലുള്ളതെല്ലാം അല്ലേ? ഇപ്പോൾ ഗ്രീൻ ചില്ലിക്ക് ഇത് ഗ്രീൻ ചില്ലി തന്നെ വേണമെന്നില്ല. മറ്റേ മുളകേ ഉള്ളെങ്കിൽ വറ്റൽ മുളക് ഇട്ടോളൂ. ലെമൺ ഉണ്ടോ? ഉണ്ടല്ലോ. ലെമൺ തരുമോ? തരാലോ. എനിക്കിപ്പോഴും ഓർമ്മ വന്നു. നാരങ്ങ ഇടാം, അത്രേ ഉള്ളൂ. ഇത് പിസ്ത തന്നെ ഇടണമെന്നില്ല. വാൾനട്ട്, ആൽമണ്ട്സ്, കാഷ്യൂനട്ട്, പീനട്ട്സ്. പീനട്ട്സ് ആർ വെരി ടേസ്റ്റി. പീനട്ട്സ് ഇടാം. സോ അപർണ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആദ്യം ഇതൊന്ന് ട്രിം ചെയ്യാം. എന്റെ പൊന്നോ, ഇനി ഞാൻ ട്രിമ്മർ കൊണ്ടുവരേണ്ട വരുമോ? കാരണം ദിസ് ദ ഹാർഡ് പാർട്ട്. സോ ബ്രൊക്കോളി നമുക്ക് പരിചയമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണല്ലേ? ആക്ച്വലി അല്ല, ഇവിടെയൊക്കെ ഉണ്ടാവുന്ന സാധനം തന്നെ. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഗ്രൂപ്പ്. ഷോ, ചോദിക്കണ്ടായിരുന്നു. ലൈക്ക് ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ പോലെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നതാ. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനിത് വെട്ടുകയാണേ. സോ ഇപ്പോൾ ഒരു മരം പോലെ ഉണ്ടല്ലോ കാണാൻ. 2 പാർട്ടും ഫ്ലാറ്റ് ആയില്ലേ. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം മതി, കാരണം എനിക്ക് സമയമില്ല. വെള്ളം ചൂടാണോ? 20 മിനിറ്റ് ഉണ്ടല്ലോ. 20 മിനിറ്റേ ഉള്ളൂ. ഇത് ആദ്യം ഒന്ന് ബ്ലാൻച്ച് ചെയ്തെടുക്കണം. എന്തോന്ന് ചെയ്യണമെന്നാ? ബ്ലാപ്പി എടുക്കണമെന്നോ? ബ്ലാൻച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂടുവെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുക. ഒരുപാട് നേരം വേവിക്കണ്ട. അതിനുള്ളിൽ നമുക്ക് നമ്മുടെ മാരിനേഡ് ഉണ്ടാക്കാം. കുറച്ച് എനി ടൈപ്പ് ഓഫ് നട്ട്സ്. ഇപ്പം ഞാൻ പിസ്ത ഉപയോഗിക്കുന്നു. 2 നട്ട് മതിയോ? ഇവിടെ ഉണ്ട് ഒരു ബോൾട്ടൺ നട്ടും. മാഷിന് മതി, കുറച്ച് ഇളകിയിരിക്കുകയാണല്ലോ. ഇത് ബേസിൽ, തൈം, സ്പ്രിംഗ് ഓണിയൻ, റോസ്മെറി എന്തൊക്കെയുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ എന്ത് വേണമെങ്കിൽ ഇടാം. മല്ലിയില, കറിവേപ്പില ഇടാം. ആക്ച്വലി നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഇരിക്കട്ടെ ഒരു ഭംഗി. ഗാർലിക്, ഗ്രീൻ ചില്ലി കുഞ്ഞത്, ഓക്കെ. കുറച്ച് ഉള്ളി, കുറച്ച് സോയ സോസ്. ഇതായേ, ഞാൻ കുറച്ച്, പൊതുവെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഞാൻ ഭയങ്കര ഉപ്പാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുറച്ചേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് കീപ്പ് ഇറ്റ് പാർഷ്യലി സ്റ്റീം ആൻഡ് ബ്ലാഞ്ച് കൈൻഡ് ഓഫ് അങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിലിപ്പോൾ സോയ സോസ് ഇട്ടു. ഇത്തിരി ഉപ്പിടാം. ആദ്യം ഇട്ടായിരുന്നല്ലോ ഉപ്പ്. കുറച്ച് വേണം, കുറച്ച്. ഇതൊന്ന് അരച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം, കുറച്ച് നീഡ് ലൈക്ക് എ പേസ്റ്റ്. ആസ് ഗുഡ് ആസ് ഇറ്റ് വിൽ ഗെറ്റ്. സോ നമുക്കിത് ഇതായി കാണും. നമ്മളിത് ഒന്നുകൂടെ പാൻ ഫ്രൈ ചെയ്യും. സോ എനിവേസ് ഇറ്റ്സ് ഗോണ കുക്ക് അഗൈൻ. നമുക്കിത് എടുക്കാം. സോ ഇത് വി ഹാവ് ടു കൂൾ ഇറ്റ് ഡൗൺ. ഇപ്പോൾ പെട്ടെന്ന് കൂളാണെങ്കിൽ യു ക്യാൻ ഇവൻ ഡിപ്പ് ഇറ്റ് ഇൻ എൻ ഐസ് ബാത്ത്. എന്നിട്ട് ഈ മാരിനേഡിൻ്റെ ടേസ്റ്റ് നോക്കണം.
കൊള്ളാം. ഇതിൽ ലൈക്ക് മേക്ക് ഇറ്റ് എ മാരിനേഡ് ബിക്കോസ് ഇതിന് വലിയ ലൈക്ക് മാരിനേഡിനും വലിയ കുക്കിംഗ് ടൈമൊന്നും ഇല്ല. ഇത് നട്ട്സ് ഒക്കെ ആണല്ലോ, മാവൊന്നും ഇട്ടിട്ടില്ല. സോ ഇറ്റ് ഡസൻ നീഡ് ടു കുക്ക്, ഇറ്റ് ജസ്റ്റ് ഹാവ് ടു ബി സിയേർഡ്. സോ നമുക്ക് ഇതിൻ്റെ ന്യൂക്സ് ആൻഡ് കോർണേഴ്സിൽ ഈ മാരിനേഡ് പിടിപ്പിക്കാം. ഒരു ഭംഗി ഉണ്ടാവില്ലേ? യെസ്, സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ഡൺ. സോ ഇറ്റ് വിൽ ഹാവ് ഒരു നട്ട്സിൻ്റെ ഒരു ക്രസ്റ്റ് കാണും, അത്രേ ഉള്ളൂ ബേസിക്കലി. കുറച്ച് ഒലിവ് ഓയിൽ, വൈ നോട്ട്, ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ യു ക്യാൻ സിയർ ഇറ്റ്. സോ അതിൻ്റെ നടുക്ക് ക്രിയേറ്റ് എ ബെഡ് ഫോർ ദിസ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് നമുക്കിൻ്റെ സൈഡിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് സിയർ ചെയ്തെടുക്കാം. ബിക്കോസ് ഐ എം ഗോയിങ് ടു മേക്ക് ഹമ്മസ്. അതിന് ഇത്രയും ഗാർലിക്കിൻ്റെ ഒരു ഇത് വേണ്ട. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സിയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറി കിട്ടും. റോസ്റ്റഡ് ഗാർലിക് വേണം അതിന് വേണ്ടിയിട്ടാണ്. 8 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 8 മിനിറ്റേ ഉള്ളോ? ഓക്കെ, ഇതിങ്ങനെ ആവട്ടെ. ഇതിൽ വിൽ ആഡ് സം ചിക്ക് പീസ്. സോ ഐ ഹവ് യൂസ്ഡ് ക്യാൻഡ് ചിക്ക് പീസ്. വെള്ളത്തിൽ കുതിർത്ത് എന്നിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ചിക്ക് പീസ് ഇടാം. ഈ റോസ്റ്റഡ് ഗാർലിക് അതിനിടയ്ക്ക് ഇത് ശരിയായി. സോ ഞാനിതൊന്ന് മറിച്ചിടണം. ഓക്കെ, എന്നിട്ട് ഇതിട്ടിട്ട് നീഡ് സം ലെമൺ. സോ ഇതൊരു അക്ഷരാർത്ഥത്തിലൊരു ചട്നിയാണ്. പിന്നെ സെസമി. ഞാൻ സെസമി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇതിന് തഹീനിയാണ് ഇടേണ്ടത്. തഹീനി എന്ന് വെച്ചാൽ സെസമി സീഡ് പേസ്റ്റ്. പക്ഷെ അതിവിടെ ഇല്ല, ഇവിടെ കിട്ടാനും പാടാണ്. പക്ഷെ ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ യു ക്യാൻ ജസ്റ്റ് ആഡ് ദിസ് തിങ്, സോൾട്ട്, ഒലിവ് ഓയിൽ വേണം. പക്ഷെ അത് ഇറ്റ്സ് ഫോർ ബൈൻഡിങ്. ഞാൻ ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് അരിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടത്. ഇതൊന്ന് അരച്ചിട്ട് തരട്ടെ. I need some ice. 5 minutes more. എന്താ ചെയ്യണേ? ഐസ്. സോ ഐസ് ഇട്ട് നമ്മൾ അരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്മൂതർ ദാൻ വാട്ടർ. അരഞ്ഞു. Hummus is ready. I think this is also ready. We'll plate for first hummus. This is hummus. I ideally like it to be a bit more smooth, but who cares? So it needs a little bit more work. പിന്നെ കുറച്ചുകൂടെ ഭംഗി കൂട്ടാം. ചില്ലി പൗഡർ. സോ ഇതിൽ ശരിക്കും അവരിടുന്നത് ഇസ് എ റെഡ് പൗഡർ കോൾഡ് സുമാക്. അതൊരു സിട്രസി thing ആണ്. കുറച്ച് olive oil. So that is hummus. And I'll keep my broccoli steak, which is the better side. Okay, keep the broccoli steak in the middle. Feta cheese ഉണ്ടെങ്കിൽ, like it's a salty cheese. It's very tasty. It's crumbly cheese. And parmesan. Why not? ഒരു പീലർ എടുത്തിട്ട് നമ്മുടെ parmesan cheese shavings. I think that's enough. And pomegranate. Time up. Time up. കഴിഞ്ഞു. കഴിഞ്ഞോ? അത് കുക്ക്ഡ് ആണോ? കണ്ടിട്ട് ചൈനീസ് പോലെ ഉണ്ടല്ലോ. ചൈനീസ് അല്ല, കണ്ടിട്ട് ചൈനീസ് ആയിട്ട് തോന്നുന്നു. കുക്ക്ഡ് ആണല്ലോ ഇങ്ങനെ ഈ പച്ച കളറി ഇരിക്കണേ. പിന്നെ ബ്രോക്കലി അല്ലേ? ക്ലോറോഫിൽ അല്ലേ? ഫോട്ടോസിന്തസിസ്. യെസ്, കറക്റ്റ്. പാസ്സായോ? പാസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഡിന്നർ ഇൻ ഇറ്റ് സെൽഫ്. ഇറ്റ്സ് ലോ കാർബ്, ഹെൽത്തി. ഹമ്മസും കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം, ടേസ്റ്റും ട്വിസ്റ്റും ആയിട്ട്. ഓക്കെ, ബൈ.